ഒരു കാലഘട്ടത്തിന്റെ തേനൂറുന്ന ഓർമ്മകളാണ് മാമ്പഴ പുളിശ്ശേരി പലപ്പോഴും നമുക്ക് സമ്മാനിക്കുന്നത്. നമുക്കേ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ? ആദ്യം തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് കഷ്ണങ്ങളാക്കിയ മധുരമുള്ള മാമ്പഴം ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ തേങ്ങയും ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും കുറച്ച് തൈരും കൂടെ ചേർക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതുകൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെന്ത് പാകമായിട്ടിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത്തിരി ഉലുവാപ്പൊടി കൂടെ ചേർക്കണം. തൈര് നന്നായിട്ട് ഉടച്ചു ചേർത്ത് മാമ്പഴ പുളിശ്ശേരി കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചുവന്ന ഉള്ളിയും കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് താളിച്ച് പുളിശ്ശേരിയിൽ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, സ്വാദൂറുന്ന പഴമയുടെ രുചിക്കൂട്ടായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായി കഴിയും. ഈ ഓണത്തിന് നിങ്ങളും മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി സദ്യയിൽ വിളമ്പണം കേട്ടോ.